കോട്ടയത്തെ ബിരിയാണി കഥ നമ്പർ 2. അങ്ങനെ ഇന്ന് ബിരിയാണി കഴിക്കാനുള്ള മോഹവുമായി ഞാൻ ചെന്ന് കയറിയത് ആദാമിൻ്റെ ചായക്കടയിലാണ്. ആദാമിൻ്റെ ചായക്കട പറയുമ്പോൾ ഏറ്റുമാനൂർ പോകുന്ന വഴി തള്ളങ്ങ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്നപൂർണയുടെ ഓപ്പോസിറ്റ്. അവിടുത്തെ ബിരിയാണിയും സ്പെഷ്യലാണ്. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്നത് ഇവിടുത്തെ ചിക്കൻ പൊതി ബിരിയാണിയാണ്. ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റ് അല്ലേ? ഇവിടെയും ഇവരുടേതായ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പൊതി ബിരിയാണി വിളമ്പുന്നത് വാഴയിലയിലാണ്. ആ ബിരിയാണി തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാഴയിലയുടെ സ്മെല്ലും കൂടെ അതിൻ്റെ മണവും രുചിയും ആ റൈസിനുണ്ട്. അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ, എൻ്റെ ഫേവറേറ്റ്, അവിടുത്തെ സലാഡും പിന്നെ ഡേറ്റ്സിൻ്റെ പിക്കിളുമാണ്. നാരങ്ങാച്ചാർ വെക്കുമെങ്കിലും ഒരു 2 തവണ ഞാൻ ഉറപ്പായിട്ടും ആ ഡേറ്റ്സിൻ്റെ അച്ചാറും സലാഡ് വാങ്ങും. നേരത്തെ സലാഡ് കുറച്ചും കൂടെ കട്ടിയായിരുന്നു കേട്ടോ, ഇപ്പം ഇച്ചിരി ഡൈല്യൂട്ടൊക്കെ ആയി. അച്ചാറും സലാഡും പപ്പടവും അത് മസ്റ്റാണ് കേട്ടോ. ഇത് മൂന്നും കൂട്ടി ഒരു പിടി. നമ്മൾ എത്ര ടയർഡാണെങ്കിലും ആ ഒരു പിടി നമ്മുടെ നാവിലെത്തുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അത് സെൻസ് ചെയ്ത് തലയിലോട്ടൊരു മെസ്സേജ് വിടും. അത് നമ്മുടെ മനസ്സും വയറും നിറയ്ക്കും. ആ സുഖം വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു പഴമയാണ്, ശരിക്കും ഒരു പഴമ റിക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും കോട്ടയത്ത് വരുമ്പം തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ആദാമിൻ്റെ ചായക്കടയിലെ പൊതി ബിരിയാണി. പൊതി ബിരിയാണി മാത്രമല്ല, ഇവർക്കിവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട്. ചട്ടിച്ചോറും അങ്ങനെ അവരുടെ സ്പെഷ്യലായിട്ട് ഒരുപാട് ഡിഷസ് ഉണ്ട്. പക്ഷേ മെനു എടുത്ത് കുറേ വായിച്ച് പഠിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ബിരിയാണി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ആയിരിക്കും പലരും. അപ്പോൾ ഇനി കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ പോവുകയാണെങ്കിൽ ആദാമിൻ്റെ ചായക്കടയിലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ.